ഹായ് ഓൾ എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. അപ്പം ഈ വേർഡിൽ തന്നെ എന്താണ് ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം പണ്ട് കാലത്ത് ടീച്ചിങ്ങിന് നമ്മൾ യൂസ് ചെയ്തത് ബ്ലാക്ക് ബോർഡ്സ് ഒക്കെയാണ്, വൈറ്റ് ബോർഡ്സ് ഒക്കെ. പിന്നെ അത് വൈറ്റ് ബോർഡ്സ് ആയി അങ്ങനെയൊക്കെ. ഇപ്പം എന്താണ് നമ്മൾ അതിൽ കൂടുതൽ ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന് യൂസ് ചെയ്തു, അല്ലെങ്കിൽ AI ഉപയോഗിച്ച് പല പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. PPT യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പെരിമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ചാർട്ട്സ്, പണ്ടൊക്കെ പിന്നെ ചാർട്ട്സ് യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ അങ്ങനെ പല മെത്തേഡ്സ് നമ്മൾ ഇന്നത്തെ കാലത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ട്രഡീഷണൽ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. ട്രഡീഷണലി പണ്ട് കാലത്ത് എങ്ങനെയാണ്, ചാക്ക് ബോർഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാത്സ് ടീച്ചർ ആണെങ്കിൽ ഫോർമുലാസ് ഒക്കെ എഴുതിയിടുന്നു, ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പണ്ട് കാലത്ത് എന്താണ് ചാക്ക് ബോർഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡ്സ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ചാർട്ട്സ്, മാപ്സ്, ഡയഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നു അല്ലേ. നമ്മൾ പണ്ടത്തെ നമ്മുടെ ഈ എന്താണ് ഓർഗൻസിനെയൊക്കെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വലിയ ചാർട്ടുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ വന്ന് തൂക്കിയിട്ട് ബയോളജി പീരീഡിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോഴും എന്താണ് നമ്മുടെ കണ്ണിലത് എന്താണ് ഇപ്പോഴും നമുക്കത് ഓർമ്മയുണ്ട് അല്ലേ. ആ ഒരു ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് തൂക്കുന്നൊക്കെ. അപ്പം അതാണ് അങ്ങനത്തെ എന്താണ് ഈ വിഷ്വലി എന്താണ് കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പിള്ളേരെ പഠിപ്പിക്കുന്ന. പണ്ട് ഈ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിനൊക്കെ നമ്മുടെ മാപ്പുകൾ ഇതൊക്കെയാണ് എങ്ങനെയാണ് ഇതേപോലെ ചാർട്ട്സ് യൂസ് ചെയ്താണ് നമ്മളെ, അല്ലെങ്കിൽ മാപ്സ് കൊണ്ടുവന്നിട്ടിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടിരുന്നത്. നെക്സ്റ്റ് വന്നത് മോഡൽസ് ആൻഡ് സ്പെസിമെൻസ് അല്ലേ. ഇപ്പം പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഗ്ലോബിനെ കുറിച്ച് പഠിപ്പിക്കുമ്പം ഗ്ലോബ് കൊണ്ടുവന്നിട്ട് അല്ലെ, 3D ഒബ്ജക്ട്സ്, പിന്നെ സ്ക്വയേഴ്സ്, ട്രയാങ്കിൾ, അതിൻ്റെ 3D ഷേപ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പം അതൊക്കെ കൊണ്ടുവന്ന് നമ്മളെ പഠിപ്പിക്കുന്നതല്ല അല്ലെ. ഇന്നും നമുക്കതെന്താണ് മനസ്സിലത് കാണും അല്ലേ. അത് ഒരിക്കലും നമുക്ക് മറക്കില്ല. അത് കുറച്ചും കൂടെ എന്താണ് പെട്ടെന്ന് എന്താണ് കുറച്ചും കൂടെ ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ അത് സാധിക്കും അല്ലേ. ഈ മോഡൽസ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്പെസിമെൻസ് ഒക്കെ. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്സും റെഫറൻസും അല്ലേ. ബുക്സൊക്കെ പണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്സിലും, പണ്ടൊക്കെ നമുക്ക് ഇപ്പം എന്താണ് ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള AIയും ഫീച്ചേഴ്സും ഗൂഗിൾ സെർച്ചോ ഒന്നും അവൈലബിൾ. അപ്പം നമുക്ക് എന്താണ് എന്തെങ്കിലും അറിയണമെങ്കിൽ തന്നെ എന്താണ് നമ്മൾ പോയി എന്താണ് ലൈബ്രറി പോയി റെഫർ ചെയ്താണ് എടുക്കേണ്ടത്. ഇപ്പം എൻ്റെയൊക്കെ കൊച്ചിൽ ഞാൻ സുനാമി ആ ടൈമിലൊക്കെ ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് പോലെ സുനാമിയെക്കുറിച്ച്. അപ്പം നമുക്ക് എന്താണ് എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെ ആ സുനാമി എന്താണെന്ന് പോലും നമുക്കറിയില്ല. അപ്പം നമ്മുടെ ടീച്ചേഴ്സ് എന്താണ് ലൈബ്രറിയിൽ പോയി സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ബുക്ക് നമ്മൾ പോയി കണ്ടുപിടിച്ച് ഏത് ബുക്കിലാണ്, അങ്ങനെ ആ ബുക്കിൽ ഒരു ചെറിയ പാരഗ്രാഫൊക്കെ കാണത്തുള്ളൂ. അതിലൊക്കെയാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് എല്ലാം എന്താണ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ തന്നെ നമുക്കെല്ലാം കിട്ടും. അപ്പോൾ അതാണ് ഈ ട്രഡീഷണൽ മെത്തേഡ്സ് ആണ് നമ്മൾ ഈ ഇതിൽ നമ്മൾ എന്താണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് ചാക്ക് ബോർഡ്സ്, ചാർട്ട്സ്, മാപ്സ്, ഡയഗ്രാംസ്, മോഡൽസ് ആൻഡ് സ്പെസിമെൻസ്, ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ റെഫറൻസ് ബുക്സ്, ഇതുവഴിയാണ് ട്രഡീഷണൽ വേയിൽ നമ്മൾ എന്താണ് ലേണിംഗ് ചെയ്തുകൊണ്ടേ ഇരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് മോഡേൺ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം അല്ലേ. അതിൽ ആദ്യത്തേത് എന്താണ്, ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സ് അല്ലേ. നമ്മൾ എന്താ ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും അല്ലേ. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾക്ക് എന്താണ് വരുന്നതിന് നമ്മളൊരു പ്രൊജക്ടർ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഒരു വോളിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് അല്ലേ. ഇപ്പോഴത്തെ PPT പ്രസൻറ്റേഷൻസ് ഒക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സിന് ഡിജിറ്റൽ പ്രൊജക്ടേഴ്സ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഓഡിയോ എയ്ഡ്സ് അല്ലേ. പിന്നെന്താണ് റേഡിയോസ്, ടേപ്പ് റെക്കോർഡ്സ്, പോഡ്കാസ്റ്റ്, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ എന്താണ് അത് ഓൺ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, പഠിപ്പിക്കും. പ്രത്യേകിച്ച് ഈ മ്യൂസിക് ഒക്കെ ലേൺ ചെയ്യാനും ലാംഗ്വേജിനൊക്കെയാണ് ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് വിഷ്വൽ എയ്ഡ്സ് അല്ലേ. എഡ്യൂക്കേഷണൽ ഫിലിംസ്, ഡോക്യുമെൻ്ററീസ് ആൻഡ് TV ലെസൺസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിഷ്വലി കണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു PPT തന്നെ എന്താണ്, അതൊരു പ്രസൻറ്റേഷൻ, അത് വിഷ്വലി ആണല്ലേ. വിഷ്വലി നിങ്ങൾ കണ്ടാണ് അത് പഠിക്കുന്നത് അല്ലേ. കണ്ടും അത് കേട്ടുമാണ് നിങ്ങൾ എന്താണ് പഠിക്കുന്നത്. ഇത് ഈ ഒരു എന്താണ് സ്ലൈഡ് തന്നെയാണ്. നെക്സ്റ്റ് ലബോറട്ടറി ആൻഡ് പ്രാക്ടിക്കൽ ടൂൾസ് അല്ലേ. ലബോറട്ടറിയിൽ പോയി എക്സ്പെരിമെൻ്റ് ചെയ്ത് അവർ എന്താണ് സയൻസ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ ലാബിലൊക്കെ പോയാണ് അവരെന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് അല്ലേ, യൂസ് ചെയ്ത്. ഇതൊക്കെ എന്താണ് മോഡേൺ ടീച്ചിങ് സപ്പോർട്ടിങ് സിസ്റ്റംസ് ആണ്. ഇപ്പം നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ICT
അതായത് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലേ. ഇപ്പോഴത്തെ ഈ ടെക്നോളജി കൊണ്ട് നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലേ, ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തന്നെ ഒരു എഡ്യൂക്കേഷനിൽ ഉണ്ടായി. എന്തുകൊണ്ട്? ഈ ICTയുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ICT വന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു വാസ്റ്റ് ആയിട്ടൊരു ഡിജിറ്റൽ ഫോം ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പൊ തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇരുന്ന് കാണുന്നത്, ഓൺലൈനിൽ കണ്ട് പഠിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ITCയുടെ എന്താണ് ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ITCയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വന്നുകൊണ്ടാണ് എന്താണ് നിങ്ങൾ തന്നെ ഇപ്പം എന്താണ് യൂട്യൂബിൽ ക്ലാസ്, പണ്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എന്താണ് വാസ്റ്റ് ആയിട്ട് ഡെവലപ്പ്, എവിടെ നിന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈസിലി അസസ് ചെയ്യാനും പഠിക്കാനും എന്താണ് ഏതൊരു ടൈമിലും അല്ലെ, ഒരു ബാരിയറും അവിടെ ഇല്ലാതെ അവർക്ക് ടൈമിന്റെ ബാരിയറോ അല്ലെങ്കിൽ എന്താണ് ട്രാവലിന്റെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അവർക്കത്, അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് എഡ്യൂക്കേഷൻ നടത്താനുള്ള ഒരു ഫെസിലിറ്റിയാണ് പ്രധാനമായിട്ട് ICTC കൊണ്ടുവന്നത് അല്ലേ. ഡിജിറ്റൽ ടൂൾസ്, മൾട്ടിമീഡിയ റിസോഴ്സസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു ടീച്ചിങ്ങിനെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ലേണേഴ്സിന് ഒരു അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനിൽ തന്നെ ഒരു വലിയൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഈ ICTCയുടെ ഇൻട്രൊഡക്ഷൻ കൊണ്ട് കൊണ്ടുവന്നത്. അതിൽ ഏതൊക്കെയാണ് ICTC നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് അല്ലെ. കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന നമ്മൾ പ്രസന്റേഷൻസ്, അനിമേഷൻസ് ഒക്കെ ചെയ്യുന്നു. ആൻഡ് സിമുലേഷൻ ഫോർ എൻഗേജിങ് ലെസൺസ് ഒക്കെ, ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കമ്പ്യൂട്ടർ ആൻഡ് നെക്സ്റ്റ് ഇന്റർനെറ്റ് ആൻഡ് ഓൺലൈൻ റിസോഴ്സ് അല്ലെ, ബുക്സ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് യൂട്യൂബ് ലെക്ചേഴ്സ്, ജേർണൽസ്, ഇപ്പം നമുക്ക് എന്ത് ChatGPT ഉണ്ട്. അപ്പൊ എന്തൊരു എന്താണ് ഈ ഇന്റർനെറ്റ് ആൻഡ് ഓൺലൈൻ റിസോഴ്സിൽ നമുക്ക് എന്താണ് വാസ്റ്റ് ആയിട്ടുള്ള നോളജ് തന്നെ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇസ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ, പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ക്ലാസ് റൂംസ് ഫോർ അസൈൻമെന്റ്സ്, ക്വിസസ്, ഡിസ്കഷൻസ്, അങ്ങനെ പല എന്താണ് ഒരുപാട് നമുക്ക് എന്താണ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ. ഗൂഗിൾ വഴി നമുക്ക് ക്ലാസ് റൂം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻമെന്റ്സ്, ക്വിസസ്, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് അല്ലേ, അതായത് ടച്ച് സ്ക്രീൻസ് ബോർഡ്സ് ഇപ്പൊ ഉണ്ട്. കമ്പൈൻഡ് വിത്ത് ട്രഡീഷണൽ ഫീൽഡ്സ് വിത്ത് മോഡേൺ ഡിജിറ്റൽ ഇന്ററാക്ട്, നമുക്ക് ടച്ച് സ്ക്രീൻ ബോർഡ്സും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകൾ ഒരു ടീച്ചേഴ്സിനെ എടുക്കാനും ഒക്കെ പറ്റും. നെക്സ്റ്റ് ഇസ് VR and AR അല്ലേ, അത് നമുക്കറിയാം അല്ലേ. സിമുലേറ്റഡ് എക്സ്പീരിയൻസ് ആണ് ഫോർ പ്രാക്ടിക്കൽ സബ്ജക്ട് ലൈക്ക് വിർച്വൽ കെമിസ്ട്രി ലാബ്സും, ഇതെല്ലാം എന്താണ് ഈ VR-ന്റെ AR-ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ട് തന്നെയാണ് വന്നത്. നെക്സ്റ്റ് ഇസ് ഓൺലൈൻ കൊളാബറേഷൻ അല്ലേ, ടൂൾസ് ലൈക്ക് സൂം വഴി നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ നമുക്ക് കൊറോണ ടൈം അല്ലേ. കൊറോണ ടൈമിലൊക്കെ എങ്ങനെയാണ് ആൾക്കാർ ക്ലാസ് എടുത്തത്, പിള്ളേർക്ക് കൂടുതലും ഇവരുടെ ക്ലാസ്സുകളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാനും എല്ലാം സഹായിച്ച എന്താണ് ഇങ്ങനത്തെ എന്താണ് ടൂൾസ് ആണല്ലേ, സൂം. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ സ്കൂളുകൾക്കും ഓരോ ആപ്പുകളുണ്ട്. ഇതെല്ലാം വഴി വീഡിയോ കോൾ വഴിയാണ് അവരെന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുത്തതും. ഗൂഗിളിന്റെ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം മീറ്റ്സ്, ഇങ്ങനത്തെ പല പല എന്താണ് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴത്തെ ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ എന്താണ് ഈ പാൻഡമിക് ടൈമിൽ നടന്നുകൊണ്ടിരുന്നത്. അതൊരു വലിയൊരു എന്താണ് ഒരു ഹെൽപ്ഫുൾ തന്നെ ആയിരുന്നു ഇതിന്, ടീച്ചിങ്ങിനും എഡ്യൂക്കേഷനും. നെക്സ്റ്റ് ടോപ്പിക് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ടു ടീച്ചിങ് അല്ലേ. ഇപ്പോൾ ഒരു ടീച്ചിങ്ങിന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താണ് പണ്ടത്തെ മോഡലാണ് മെത്തേഡ് അല്ലെങ്കിൽ ഇന്നത്തെ മാത്രം മെത്തേഡാണ് നല്ലതെന്ന് നമുക്ക് ഒരിക്കലും അത് അങ്ങനെ പറയാൻ പറ്റില്ല. എപ്പോഴും ഒരു ടീച്ചിങ്ങിന് യൂസ്ഫുൾ ആയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ്, അതായത് എല്ലാ മെത്തേഡും നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ടീച്ചിങ് ഒരു എഫക്റ്റീവും എന്താണ് നല്ലൊരു പെർഫെക്റ്റും ആവുന്നത് അല്ലേ. അതായത് ഇപ്പം എന്താണ് നമ്മൾ ചെറിയ ബ്ലാക്ക് ബോർഡ്സ് യൂസ് ചെയ്ത് കൺസെപ്റ്റ്സ് അവർക്ക് ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ പവർ പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അവർ കുറച്ചും കൂടെ ക്ലിയർ ആവും. നെക്സ്റ്റ് എന്താണ് അവർക്ക് ക്യൂസസ്, നമ്മൾ ഓൺലൈൻ ക്യൂസസ്, ഗൂഗിൾ ഫോംസ് ഒക്കെ കൊടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്യാൻ പറയും. അപ്പം അങ്ങനെ നമുക്ക് എല്ലാം, അതായത് എല്ലാ ഈ 3 മെത്തേഡ്സും നമ്മൾ ഒന്നിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലേണിങ്ങിനെയും ടീച്ചിങ്ങിനെയും നല്ല എഫക്റ്റീവ് ആക്കാൻ സാധിക്കും. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, കാറ്റേഴ്സ് ടു ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽസ് അല്ലേ. പല ലേണിംഗ് സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എന്താണ് ഒരു ലേണിംഗ് നടത്താൻ അത് ഹെൽപ്പ് ചെയ്യും. കീപ് സ്റ്റുഡൻസ് ഹൈലി എൻഗേജ് അല്ല, അവരും കുറച്ചും കൂടെ എൻഗേജ് ആവും അല്ലെ. പല മെത്തേഡ്സ് ആകുമ്പോൾ അവർക്കും ബോറിംഗ് ഇല്ലായിരിക്കില്ല. എൻഷുവേഴ്സ് കൺസെപ്റ്റൽ ക്ലാരിറ്റി ആൻഡ് സ്കിൽ അല്ലെ, അവിടെ ഒരു കൺസെപ്റ്റ്സ് നമുക്ക് ക്ലിയർ ആയി എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനും പറ്റും അല്ലേ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മളൊരു PPT പ്രസന്റ് ചെയ്യുന്നു, അപ്പോൾ അതിൽ ചെറിയ ചെറിയ പോയിന്റ്സ് അത് അവർക്ക് മനസ്സിൽ നിൽക്കും. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ. നമ്മുടെ ക്യൂസസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് നമുക്കും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അവർക്കും അത് മനസ്സിലായോ എന്ന് സ്വയം ഇവാലുവേറ്റ്
ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു നല്ലൊരു മെത്തേഡാണ് ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഒരു ടീച്ചിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യാം അല്ലെ, എന്തൊക്കെയാണ് ഒരു ടീച്ചിങ് ടൂൾസ് ഹെൽപ്പ് ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, മോഡേൺ മെത്തേഡ്സ് ഉണ്ട്, ICT ബേസ്ഡ് സിസ്റ്റംസും ആണ് എന്താണ് ഇന്നത്തെ കാലത്തെ പല ടീച്ചിങ് സപ്പോർട്ടിങ് സിസ്റ്റംസ്. അതിൽ ഇൻ്റഗ്രേറ്റഡ് മെത്തേഡാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എന്ന് നമ്മൾ പഠിച്ചു. ഇൻ്റഗ്രേറ്റഡ് മെത്തേഡ് എന്ന് പറയുമ്പം ഈ 3 അപ്രോച്ചും കൂടെ ഒന്നിച്ച് അല്ലെങ്കിൽ അത് എല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനാണ്, ടുഗെദർ യൂസ് ചെയ്യുന്നതിനാണ് എന്താ പറയുക ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്, ക്ലിയർ കൺസെപ്റ്റ് ഫോർ സ്മാർട്ടർ സ്റ്റഡി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.